വലിയ ലോക ക്ലാസിക്കുകളിൽ പലതും ഈ ഈ ക്രൈം അല്ലെങ്കിൽ ഈ ഈ ഉദ്വേഗ രചനയുടെ അടിസ്ഥാനമായിരിക്കുന്ന ക്രൈം അല്ലെങ്കിൽ ഈ മിസ്റ്ററി ഇതിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ടിങ്ങിൽ ഉള്ളതാണ്. ശാസ്ത്രം, ശാസ്ത്രീയത, മാറ്റങ്ങൾ, പിന്നെ ഫിനാൻസ് രംഗത്ത് വരുന്ന സംഗതികൾ, അല്ലെങ്കിൽ പിന്നെ ഫാർമസ്യൂട്ടിക്കൽ രംഗത്ത് വരുന്ന മാറ്റങ്ങൾ, ഓരോ വർഷവും സയൻസിന് കിട്ടുന്ന നൊബേൽ പ്രൈസുകൾ, ഇതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല, നമ്മുടെ സാഹിത്യത്തിനെ ബാധിക്കുന്നില്ലൊന്നും. ഞാനൊരു ചെറിയ വായനക്കാരൻ, എനിക്കിഷ്ടപ്പെടുന്നതാണ് എൻ്റെ സാഹിത്യം എന്ന് പറയാനുള്ള ആർജവം വന്നതോടെ ഈ പറയുന്ന കണക്കുള്ള എല്ലാത്തരം ലിറ്ററേച്ചറിനും ഉള്ള ഒരു സ്പേസ് മലയാള സാഹിത്യത്തിലുണ്ട്. പക്ഷേ പൊതുവെ സിനിമയാക്കുമ്പോൾ അതിൻ്റെ ഒരു കൺസെപ്റ്റ് അതെല്ലാം നഷ്ടാവില്ല. നമ്മളിത് ഉണരുന്ന സമയം മുതൽ തന്നെ നമ്മൾ ഓണായിരിക്കുന്ന ഒരേ ഒരു ഗ്രന്ഥി എന്ന് പറയുന്നത് എഴുതുക എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ്. എൻ്റെ പേര് GR ഇന്ദുഗോപൻ എന്നാണ്. കൊല്ലം സ്വദേശിയാണ്. കൊല്ലം സ്വദേശി ആണെങ്കിലും 10-20 വർഷമായിട്ട് തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. പത്രപ്രവർത്തകനായിരുന്നു 10-25 കൊല്ലം. അത് കഴിഞ്ഞ് ഇങ്ങനെ എഴുത്ത് ഒക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. ഇതാണ് എൻ്റെ ചരിത്രം. പ്രസംഗിച്ചൊന്നുമുള്ള കാര്യമായ പരിചയമില്ലാത്തത് വേദികളിൽ കയറി ഇറങ്ങാത്തതുകൊണ്ടല്ല, അതിൻ്റെ ഒരു ചട്ടവട്ടങ്ങൾ പലപ്പോഴും വഴങ്ങാത്തത് കൊണ്ടാണ്. കടലാസും പേനയും അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പ് കണ്ടാലേ നമ്മൾ ഉത്തേജിതനാവത്തുള്ളൂ കുറേ കാലമായിട്ട്. പിന്നെ എൻ്റെ പുറകെ ഒരു ആശയവും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്യാനായി ശ്രമിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഉള്ള ഒരു വിഷയം എന്ന് പറയുന്നത് ഉദ്വേഗത്തിൻ്റെ രാസവഴികൾ എന്നുള്ളതാണ്. ഉദ്വേഗത്തിൻ്റെ രാസവഴികൾ എന്നുള്ളതാണ് ഇത്. അപ്പോൾ ഇവിടെ ഉദ്വേഗത്തിൻ്റെ വലിയ മൂർത്തികളൊക്കെ ലാജോ ജോസിനെ പോലുള്ള ആൾക്കാരൊക്കെ മുൻനിരയിലിരുന്ന് എന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ഉദ്വേഗത്തിൻ്റെ വഴികളൊന്ന് മാറ്റിപ്പിടിക്കുന്നതായിരിക്കും ബുദ്ധിയെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ഉദ്വേഗത്തിൻ്റെ വഴികൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ആരംഭകാലത്തെ കുറേ കാലത്തിൻ്റെ എഴുത്തിൻ്റെ ആദ്യകാലങ്ങളിലുള്ള അല്ലെങ്കിൽ ഒരു 10-20 വർഷത്തെ ഒരു എഴുത്തിൻ്റെ കാലയളവിലൊന്നും ഞാനിങ്ങനെ ഈ ഒരു ഉദ്വേഗ എഴുത്തിൻ്റെ ആളാണെന്ന് ആരും പറഞ്ഞിരിക്കുകയോ ഇങ്ങനെയുള്ള ഒരു സബ്ജക്റ്റ് സജസ്റ്റ് ചെയ്യുകയോ ചെയ്തിരുന്നില്ല. ഇപ്പം പിന്നെ മിക്കവാറും ഫെസ്റ്റിവൽസിലൊക്കെ പോയി കഴിഞ്ഞാൽ കഥയിൽ നിന്ന് സിനിമയിലേക്കുള്ള വഴികൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പിന്നെ എന്ന് പറഞ്ഞിട്ടുള്ള സബ്ജക്റ്റുകളാണ് സ്വതേ കിട്ടിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ഞാനങ്ങനെ ഒരു ഉദ്വേഗത്തിൻ്റെ ആളാണോ അല്ലെങ്കിൽ എഴുത്തിൽ ഉദ്വേഗത്തിൻ്റെ ആളാണോ എന്നുള്ളത് എനിക്ക് തന്നെ തിട്ടമില്ലാത്ത ഒരു കാര്യമാണ്. ഞാനിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ള സംഗതിയിൽ. ഈ ഉദ്വേഗ രചനയെ സംബന്ധിച്ച് ഞാനങ്ങനെ ഈ എഴുതുന്ന സംഗതികളുടെ കാര്യത്തിൽ എന്താണ് ഇതിൻ്റെ സ്ട്രക്ചറിങ് എന്നുള്ള കാര്യത്തിലൊന്നും പഠിക്കാൻ മനഃപൂർവ്വം എന്നൊന്നും പോകാൻ താല്പര്യപ്പെടാതിരിക്കുന്ന ഒരാളാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ 2 റീസണേ ഉള്ളൂ. ഒന്ന്, ഈ പല ശ്രേണിയിലുള്ള റൈറ്റേഴ്സുണ്ട്. എൻ്റെയൊക്കെ തലവര എന്ന് പറയുന്നത് ഈ പ്രോലിഫിക് റൈറ്റേഴ്സിൻ്റെ ശ്രേണിയിലാണ്. നമ്മളതിനെ ലംഘിക്കാനായി നമ്മൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ ആശയങ്ങളുടെ കുത്തൊഴുക്കുകൾ എന്ന് വെച്ചാൽ എഴുതാനിരിക്കുന്ന പുതിയ സംഗതികൾ, ആശയങ്ങളുടെ കുത്തൊഴുക്ക് കാരണം നമ്മൾ ഇതിനെയൊക്കെ ഇതിൻ്റെ ആശയങ്ങളെ വിടുതൽ ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് സ്വസ്ഥത ഉണ്ടാവൂ, ഒരു സ്വാസ്ഥ്യം ഉണ്ടാവൂ എന്നുള്ള തരത്തിലുള്ള ആ ശ്രേണിയിൽ പെട്ടുന്ന റൈറ്റേഴ്സാണ്. അപ്പോൾ അവരുടെ മാനസിക നില എന്ന് പറയുന്നത് വേറെ തരത്തിലൊരു വിചിത്രമായ ഇതിലേക്കായിരിക്കും. അവരുടെ മെറ്റബോളിക് ആക്ടിവിറ്റീസൊക്കെ എന്നൊക്കെ പറയുന്നത് ഭയങ്കര കൂടുതലായിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ
അടുത്തടുത്ത ഐഡിയാസിനെ റിലീസ് ചെയ്യാനായിട്ടുള്ള തത്രപ്പാടുകൾ, അതിനുള്ളൊരു സാവകാശമില്ലായ്മ ഇരിക്കുക. അപ്പോൾ ഇരുത്തം കിട്ടാത്ത പ്രകൃതമാണ് ഈ ഇത്തരത്തിലുള്ള റൈറ്റേഴ്സിൻ്റെ ഒരു മുഖമുദ്രയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്, ആ ഒരു ജെൻഡർ ഓഫ് റൈറ്റേഴ്സിൻ്റെ അത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് അതിൻ്റെ ഇടനേരങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ഈ നമ്മളീ പറയുന്ന കണക്കുള്ള സ്പീഡായിട്ട് നമുക്ക് വായിച്ചു പോകാൻ പറ്റുന്ന തരം രചനകൾ. എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാനിപ്പോൾ ആനോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകത്തിൻ്റെ സ്ട്രക്ചറിങ് അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള ഗവേഷണം, അതിൻ്റെ വേദനകളിൽ ഒരു ഭാഗത്ത് മുഴുകിയിരിക്കുമ്പോൾ മറുഭാഗത്ത് വന്നു കേട്ടുന്ന ഈ ആശയങ്ങളെ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കണക്കുള്ള വഴികളിൽ ജോലി ചെയ്യുന്നത് ഒരു സൗകര്യമായിരിക്കും എന്നുള്ള കണ്ടീഷനിലാണ് ഞാനിപ്പം ജോലി ചെയ്യുന്നത്. ഇപ്പം ഞാനൊരു വലിയ ഒരു നോവലിൻ്റെ വലിയ ഗവേഷണമൊക്കെ വരുന്നൊരു നോവലിൻ്റെ വഴിയിലാണ്. അപ്പോൾ അതൊരു മിനിമം ഒരു 4-5 വർഷത്തോളം നമ്മൾ എടുത്തിട്ടേ അത് പൂർത്തിയാക്കത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ചെയ്യേണ്ടതായ പല ജോലികളിൽ പെടുന്നതിൽ ഇത്തരത്തിലുള്ള നമ്മുടെ വല്ലാതെ വിസ്മരിപ്പിക്കുന്ന അല്ലെങ്കിൽ വിഭ്രമിപ്പിക്കുന്ന ആശയങ്ങളെ നമ്മൾ വിക്ഷേപിക്കേണ്ടതായ അല്ലെങ്കിൽ ഒരു എഴുത്തിലേക്ക് വിക്ഷേപിക്കേണ്ടതായ ഒരു അടിയന്തര ആവശ്യകത വരുന്നു എന്നുള്ളതാണ് ഈ തൽക്കാലത്തേക്കെങ്കിലുമുള്ള ഈ ശ്രേണിയിലുള്ള എൻ്റെ ഈ പ്രവേശനം എന്ന് പറയേണ്ടിയിരിക്കുന്നു. പക്ഷേ നമ്മളുടെ ഗതി എന്ന് പറയുന്നത് നേരത്തെ പറയുന്നത് പോലെ ഒരു ഇരുത്തം വന്ന രചന ഉണ്ടാക്കേണ്ടതായ ഒരാളെന്നുള്ള നിലയിൽ ഇതിനോട് നമ്മൾ എല്ലാ സമയത്തും നമ്മൾ കലഹിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ നമ്മുടെ ഈ ഉദ്വേഗ രചന എന്നൊക്കെ പറയുന്ന ഈ സിസ്റ്റം ഓഫ് അല്ലെങ്കിൽ ഈ ജെൻഡർ ഓഫ് റൈറ്റിങ്ങിനോട് നമ്മൾ നിരന്തരമായിട്ട് കലഹിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ഇതൊരു മീഡിയോക്കറായി മാറാതിരിക്കാനായിട്ടുള്ള ഒരു വലിയ ശ്രമം നമ്മൾ നടത്തേണ്ടതുണ്ട്. സാമാന്യഗതിയിൽ ഇത്തരത്തിലുള്ള നമ്മളിപ്പം പറയാം, ഇപ്പം ക്രൈം റൈറ്റിങ് അല്ലെങ്കിൽ ഡിറ്റക്റ്റീവ് റൈറ്റിങ് അല്ലെങ്കിൽ അപ്പോൾ അത്തരത്തിൽ ഈ പറയുന്ന കണക്കുള്ള ഈ വളരെ മിസ്റ്ററി റൈറ്റിംഗ് ഇതിനെയൊക്കെ ഈ അടുത്ത കാലങ്ങളിലായിട്ടാണ് ഒരു വായനക്കാരുടെ ഇടയിൽ ഒരു സ്പേസ് കിട്ടിത്തുടങ്ങിയത്. എങ്കിൽ പോലും ഇപ്പോഴും നമ്മളുടെ വളരെ കൃത്യമായ വായനയുടെ വലിയ ധാരയുള്ള മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരുപാട് വേൾഡ് ലിറ്ററേച്ചറിൽ ഒരുപാട് സംഗതികൾ ഇത്തരം റൈറ്റിങ്ങിനെ പിൻപറ്റി വന്നിട്ടുണ്ടെങ്കിൽ പോലും അതിനൊരു തറവാടിത്തമില്ലായ്മ ഫീൽ ചെയ്യുന്ന തരത്തിലുള്ള ഇതിനെ ഞാൻ എല്ലാ സമയത്തും റിജക്റ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. കാര്യം വെച്ചാൽ നമുക്ക് നമ്മളുടേതായ ഒരു റൈറ്റിംഗ്, ഒരു മനുഷ്യൻ്റെ പ്രകൃതം എന്ന് പറയുന്നത് ആ റൈറ്റർ എന്ന് പറയുന്ന അയാളുടെ പ്രകൃതമുണ്ട്. ആ പ്രകൃതത്തിനെ ലംഘിച്ചുകൊണ്ട് നിങ്ങളൊരിക്കലും ഈ വായനക്കാരന് വേണ്ടിയുള്ള എഴുത്തിൻ്റെ പിന്നാലെ പോകരുത് എന്നുള്ള ഒരു തത്വശാസ്ത്രം എവിടെയോ കിടപ്പുണ്ട്. എന്നുവെച്ചാൽ നിങ്ങളുടെ റൈറ്റിങ്ങിൻ്റെ വേഗം, ദി പ്രോസസ് ഓഫ് റൈറ്റിങ്ങിൽ ഉണ്ടാകുന്ന നിങ്ങളുടെ രസം ഇതിനെ ലംഘിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളെങ്ങനെയാണ് ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ ആയുസ്സിൻ്റെ സമയത്തിൻ്റെ ഒരു ഭാഗത്തെ എടുത്ത് ഈ റൈറ്റിങ്ങിന് വേണ്ടി പോവുക എന്ന് പറഞ്ഞൊരു സാധനം. അപ്പം നിങ്ങളൊരു മനുഷ്യൻ എന്നുള്ള നിലയിൽ നിങ്ങളുടെ ഒരു രസം അതിനകത്ത് പ്രധാനപ്പെട്ടാണ്. ഈ റൈറ്റിങ്ങിലെ രസം അനുഭവിക്കുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ വിട്ടുകൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട സംഗതിയുണ്ട്. ഇതിൻ്റെ ഈ അതിർവരമ്പുകളെന്ന് പറയുന്നത് വളരെ ചെറുതായതാണ്. നമ്മളീ പറയുന്ന ഗഹനമായ സാഹിത്യം അല്ലെങ്കിൽ ഈ വളരെ സൈക്കോളജിക്കലായിട്ടുള്ള ഇൻഡെപ്തിലേക്ക് പോകാതെ നമ്മൾ കഥ പറഞ്ഞ് മുമ്പോട്ട് പോകുന്ന തരത്തിലുള്ള സാഹിത്യം എന്നൊക്കെ പറയുന്നതിൻ്റെയൊക്കെ അതിർവരമ്പുകളെന്ന് വെച്ചാൽ വളരെ ചെറുതാണ്. ഉദാഹരണത്തിന് നമ്മളിപ്പം വലിയ ലോക ക്ലാസിക്കുകളിൽ പലതും ഈ ക്രൈം അല്ലെങ്കിൽ ഈ ഉദ്വേഗ രചനയുടെ
അടിസ്ഥാനമായിരിക്കുന്ന ക്രൈം അല്ലെങ്കിൽ ഈ മിസ്റ്ററി ഇതിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ടിങ്ങിൽ ഉള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് വേണമെങ്കിൽ പറയാവുന്ന ഡസ്റ്റോവസ്കിയുടെ ക്രൈം ആൻഡ് പണിഷ്മെൻ്റ് എടുത്താലും കാരമസോവ് ബ്രദേഴ്സ് എടുത്താലും രണ്ടിൻ്റെയും അടിത്തറ എന്ന് പറയുന്നത് ക്രൈം തന്നെയാണ്. അതിൻ്റെ കുറ്റവും നീതി അനീതി എന്ന് പറയുന്നതിൻ്റെ വലിയ വലിയ ഒരു മാനസിക പോരാട്ടമാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ നൊബേൽ പ്രൈസ് കിട്ടിയ സാരമാഗോവിൻ്റെ ബ്ലൈൻഡ്നെസ് എടുത്തു കഴിഞ്ഞാൽ പോലും കാഴ്ചയില്ലാത്ത മനുഷ്യരുടെ ഒരു നഗരത്തിൽ നിന്ന് മനുഷ്യരെ കൊണ്ടുപോയി ഈ പിന്നെ തുറുങ്കലുകളിൽ അടയ്ക്കുന്നതിൻ്റെ സംബന്ധിച്ചുള്ള അധികാരവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അവിടെ നടക്കുന്നു എന്നതാണ് ഇത് തന്നെ ഇത്തരത്തിലുള്ള അധികാരത്തിൻ്റെതായ വലിയ ദുഷിപ്പുകളെ നീതിയും അനീതിയും തമ്മിലേക്കുള്ള അതിൻ്റെ ഒരു സംഗതി വെച്ച് എന്നാൽ ഏറ്റവും നല്ല ഉപാധി എന്ന് പറയുന്നത് ഈ ക്രൈം തന്നെയാണ്. അപ്പം അങ്ങനെ ഇപ്പം മാർക്കേസിൻ്റെ പല കൃതികളും എടുത്തു കഴിഞ്ഞാലും അങ്ങനെയുള്ള സിദ്ധാന്തങ്ങൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇത് തന്നെ ഞാനിപ്പം എൻ്റെ ചില കൃതികളൊക്കെ പിന്നീട് സിനിമയായിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ഈ വളരെ പ്രഗത്ഭരായ അല്ലെങ്കിൽ പ്രതിഭാശാലികളായ ചെറുപ്പക്കാരുടെ ഒപ്പം ഇരിക്കുന്ന പല ഘട്ടത്തിലുള്ള ജോലികൾ ചെയ്യുന്ന ആൾക്കാരോട് ഇരിക്കുന്ന സമയങ്ങളിലും നമ്മൾ അവിടെ കാണുന്നൊരു സംഗതി എന്ന് പറയുന്നതും ഇതാണ്. നമ്മൾ ഈ എല്ലാ സ്ഥലത്തും നിങ്ങൾ ഈ ഉദ്വേഗ രചന അല്ലെങ്കിൽ നിങ്ങൾ വായിക്കാനായി അല്ലെങ്കിൽ ഒരു വായനക്കാരനെ ഒരു കാഴ്ചക്കാരനെ രസിപ്പിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ പ്രാഥമികമായ ധർമ്മമെന്നിരിക്കെ നിങ്ങളങ്ങനെ രസിപ്പിക്കാൻ ഉള്ള വിധേയപ്പെട്ടൊരു ഉപാധിയല്ല ഞാൻ എന്ന് പറഞ്ഞൊരു റെസിസ്റ്റൻസ് എപ്പോഴും റീഡറുടെ ഇന്ന് എപ്പോഴും നിങ്ങൾക്ക് എത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾ ഈ റീഡറുടെ ചട്ടത്തിനനുസരിച്ച മട്ടിലേക്കുള്ള രീതിയിൽ പരമ്പരാഗതമായ ഒരു വഴിയിൽ കഥ പറഞ്ഞ് മുമ്പോട്ട് പോകുമ്പോഴാണ് പലപ്പോഴും ഈ റിജക്ഷൻ ഉണ്ടാകുന്നത്. അതിലേറ്റവും കൂടുതൽ നമുക്ക് തട്ടുകേട് പറ്റാൻ സാധ്യതയുള്ളത് നമ്മളീ പറഞ്ഞ കണക്കുള്ള ഈ ഉദ്വേഗ രചന അടിസ്ഥാനമാക്കിയുള്ള കൃതികളുടെ വഴിയിലാണ്. നിങ്ങൾ പറയുന്നത് ഇതൊരു ക്രൈം റൈറ്റിങ്ങിൻ്റെ ഒരു ഫോമാറ്റിംഗ് തന്നെയാണല്ലോ എന്ന് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ അതുപോലുള്ള ഒരുപാട് സംഗതികൾ വായിച്ചിട്ടുണ്ടാകും. നിങ്ങൾ ഇവിടെ ഇന്ന സ്ഥലത്തൊരു ഹുക്ക് കൊടുക്കുന്നു, ഇന്ന സ്ഥലത്ത് നിങ്ങൾ ഒരു ഉദ്വേഗം അല്ലെങ്കിൽ നിങ്ങളൊരു മിസ്റ്ററി കൊടുക്കുന്നു, നിങ്ങൾ ചില കാര്യങ്ങൾ മറച്ചു വയ്ക്കാനായി ശ്രമിക്കുന്നു. ഇതൊക്കെയാണ് ഇതിൻ്റെ നടപ്പ് അല്ലെങ്കിൽ തനത് വഴികൾ എന്ന് പറയുന്ന സാധനം. അപ്പം ഇതിനെ നിങ്ങൾ റിജക്റ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് സത്യത്തിൽ നമ്മളുടെ ഈ കൃതികൾ എന്ന് പറയുന്നത് ഒരു മീഡിയോക്കർ ലെവലിൽ നിന്ന് അടുത്ത ഘട്ടത്തിലേക്ക് പോകാനുള്ള ശ്രമം. ഇതാണ് എല്ലാ റൈറ്റേഴ്സിൻ്റെയും ഒരു പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നൊരു സാധനം. നമ്മളടുത്ത് എല്ലാവരും പറയും പ്രൊട്ടാഗണിസ്റ്റ് എന്ന് പറഞ്ഞ ആളിനെ നമ്മൾ പിന്തുടരണം. ഒരു കഥയെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു വെച്ചാൽ നിങ്ങൾ ആരെ പിന്തുടരുന്നു എന്ന് പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഘട്ടം എന്നുള്ളത്. അപ്പോൾ ഇതിനെ എങ്ങനെ ഉല്ലംഘിക്കാം എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ അതിൽ വിജയിക്കുന്ന സ്ഥലങ്ങളിലാണ് നമ്മൾ ഈ ക്ലാസിക്സ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഇതിനെ കൊണ്ട് എത്തിക്കാനായിട്ട് പറ്റുന്നത്. അതിനൊക്കെയുള്ള ഏറ്റവും നല്ല ഉപാധികളിൽ ഒരെണ്ണമാണ് സത്യത്തിൽ ഈ നമ്മളീ പറഞ്ഞ ക്രൈം റൈറ്റിങ്ങോ മിസ്റ്ററി റൈറ്റിങ്ങോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ചങ്കിടിപ്പ് ഏതൊക്കെ ഗോസ്റ്റുകളൊക്കെ വരുന്ന റൈറ്റിംഗ്, മാന്ത്രിക രചന, നമുക്ക് മാത്രമുള്ള ഒരു ജനറാണത്. ഇത്തരം കാര്യങ്ങൾ. അപ്പോൾ ഇതിനെ എങ്ങനെ ഭംഗിയായിട്ട് ഉപയോഗിക്കുക എന്ന് പറയുന്നത് ഒരു ക്ലാസിക്കിൻ്റെ തലത്തിലേക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പം പക്ഷേ ഇതിനെ ലംഘിക്കാനായിട്ട് ശ്രമിക്കണം, ഇതിനെ ഡെഫി ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്ന് പറയുന്നതിൻ്റെ ഒരു വലിയ ശ്രമങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. സിനിമയുടെ പട്ടിക നിങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഹിച്ച്കോക്കിൻ്റെ സൈക്കോ ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് ഒരു പ്രൊട്ടാഗണിസ്റ്റിന് അല്ലെങ്കിൽ കേന്ദ്ര കഥാപാത്രത്തിനെ പിന്തുടരണമെന്ന് പറയുന്ന സ്ഥലത്ത് അദ്ദേഹം അവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ വിക്റ്റിമാവാനായിട്ടിരിക്കുന്ന ഒരാളിനെയാണ് കഥയുടെ ഒരു 1/3 പങ്കുവരെയും പിന്തുടരുന്നത്. ഒരു ഷവറിൻ്റെ കീഴിൽ നിൽക്കുന്ന സ്ഥലത്ത് വെച്ചിട്ട് കൊല്ലപ്പെടുന്നൊരു സമയത്ത് ശേഷമാണ് നിങ്ങൾ കഥയെ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നൊരു സാധനം. ഇത് എല്ലാ സ്ഥലത്തും ഉണ്ട്. ഇപ്പം പ്രൊട്ടാഗണിസ്റ്റ് അല്ലെങ്കിൽ ആൻറ്റഗോണിസ്റ്റ് അല്ലെങ്കിൽ നമ്മുടെ കേന്ദ്ര കഥാപാത്രവും അല്ലെങ്കിൽ വില്ലൻ എന്നൊക്കെ പറയുന്ന ഇവർ തമ്മിലുള്ള വലിയൊരു സ്റ്റാൻഡ് ഓഫാണ് ഈ നമ്മൾ കാണുന്ന മിക്കവാറും സിനിമകളോ അല്ലെങ്കിൽ നോവലിൻ്റെ ചില ഘടകങ്ങൾ. അത് അവസാനമാവണമെന്നില്ല, പക്ഷേ ആ ഘടകങ്ങളിലൊക്കെ ഒരു അന്തർധാരയായിട്ട് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ അകത്ത് ഇപ്പം നമ്മുടെ ഒരു മികച്ച സാഹിത്യകൃതിയിലൊക്കെ എന്ന് വെച്ചാൽ അതിൽ ആൻറ്റഗോണിസ്റ്റ് ഉണ്ടാവും. അത് ചിലപ്പം
ചിലപ്പം പ്രകൃതിയായിരിക്കാം, ഈ ഈ പ്രൊട്ടാഗണിസ്റ്റിൻ്റെ തന്നെ ആൻറ്റഗോണിസ്റ്റിക് ആയിട്ടുള്ള വാസനകളായിരിക്കാം. അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഇതിനെ ലംഘിക്കാനായിട്ട് പിന്നെ ഓരോ ആൾക്കാരെയും ഓരോ 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 സ്പെസിഫിക് ജെൻഡറിലുള്ള റൈറ്റേഴ്സ് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെ ലംഘിക്കുന്നു എന്നുള്ള പിന്നെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മളുടെ കയ്യിലല്ല. അതാണ് ഈ റൈറ്റ്. ഇതെപ്പോഴും ഇപ്പം കലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലെല്ലാം നിങ്ങളെ ഒരു പർട്ടിക്കുലർ വൈകാരികതകളിലേക്ക് അല്ലെങ്കിൽ രസത്തിൻ്റെ ചരട് മുറിയാതെ നിങ്ങളെ വിസ്മരിച്ചുകൊണ്ട് നിങ്ങൾ ഈ വായന അല്ലെങ്കിൽ ഈ കാഴ്ചകളിലേക്ക് പ്രതലത്തിലൂടെ സ്വയം അറിയാതെ ഉരുണ്ടുരുണ്ട് നിങ്ങൾ പോകുന്നൊരു ഘട്ടമെത്തുന്നു എന്ന് പറയുന്നതിൻ്റെ കെമിസ്ട്രി എന്ന് പറയുന്നത് നമ്മൾക്ക് ചില സിദ്ധാന്തങ്ങൾ വെച്ച് മാത്രമേ എഴുതിയിടാൻ മാത്രമേ പറ്റുന്ന ഒരു കാര്യമാണ്. അതിനെ നമുക്ക് ഇത് എങ്ങനെയാണ് ഇതിനെ രൂപകൽപ്പന ചെയ്തെടുക്കുക എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. അപ്പം നമ്മൾ എല്ലാ സമയത്തും ഈ പിന്നെ ക്രോണോളജിക്കൽ ഓർഡറിൽ കഥ പറയാനായിട്ട് ഉള്ള ഒരു ക്രമത്തിനെ ലംഘിച്ചുകൊണ്ടാണ് സത്യത്തിൽ നമ്മൾ ഈ പറഞ്ഞ കണക്കുള്ള എല്ലാ ക്രമങ്ങളെയും ലംഘിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ രചന ഇതുമായി ബന്ധപ്പെട്ട ചില ഉദാഹരണങ്ങൾ, ഞാൻ ഈ നേരത്തെ പറഞ്ഞ ആൾക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല, ഞാൻ എൻ്റെ ചില എൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള പിന്നെ ചില പരിശ്രമങ്ങൾ നടത്തുക. അത് വിജയോ എന്നുള്ളത് പ്രസക്തമായ കാര്യമല്ല. പക്ഷെ ഞാനിത് നമ്മൾ ഒരു കുറേ നാളായിട്ട് എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരാൾ, അയാളുടെ ഒരു ജേണിയിൽ അയാൾ എന്തൊക്കെ വ്യത്യാസം വരുത്തിയെന്ന് ഇനി പുതുതായിട്ട് വരാൻ പോകുന്ന ഒരു റൈറ്റർക്ക് നമ്മളെ പിന്തുടരുകയോ നമ്മളെ എതിർക്കപ്പെടാനായി നമ്മളെ കേൾക്കുകയോ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. ഞാനിന്ന് ഒരു സിനിമ എടുക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ ഞാൻ തന്നെ അത് നിർമ്മിച്ചത്. അപ്പം അതിൽ വളരെ പരിമിതമായ കുറച്ച് പൈസ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. ഈ പൈസ വെച്ചൊരു സംഗതി ചെയ്യണം എന്നുള്ള സമയത്ത് ഞാൻ ആലോചിച്ചത് പിന്നെ ഒരു റിയൽ ടൈം സിനിമ ചെയ്യാന്നുള്ളത്. 90 മിനിറ്റിൽ 1.5 മണിക്കൂറിനുള്ളിൽ തന്നെ സംഭവിക്കുന്ന ഒരു സിനിമ ചെയ്യാന്നുള്ളത്. ഞാൻ സിനിമയെ പിന്തുടരുന്ന ആളോ ഇതിങ്ങനെ ഈ രീതിയിൽ വരണമെന്നോ ഈ ശ്രേണിയിലുള്ള പടങ്ങളുണ്ടോ എന്നൊന്നും ആലോചിച്ചല്ല. അപ്പം സിനിമയെ സംബന്ധിച്ചുള്ള ഈ ജം കട്ട്സ് ഉണ്ടല്ലോ, ജം കട്ട്സ് ആളുകൾ ചേർത്തിട്ടാണ് നമ്മളുടെ ബുദ്ധിയെ ഈ പിന്നെ ഇതിൽ റോളർ കോസ്റ്റിംഗ് ചെയ്തുകൊണ്ടാണ് 2-2.25 മണിക്കൂർ നമ്മളെ തിയേറ്ററിലേക്ക് പിടിച്ചിരുത്താനായിട്ട് ഈ ചെയ്യുന്നൊരു അഭ്യാസം ഭയങ്കരമായിട്ട് ഉണ്ടല്ലോ. ഈ റൈറ്റിംഗ് പ്രോസസ്സിലും സംവിധായകനും പിന്നീട് എഡിറ്ററും ഒക്കെ കൂടെ ചെയ്തു വരുന്നൊരു പ്രോസസ്സുണ്ട് ഇതിനെ തകിടം മറിച്ചുകൊണ്ട്. അപ്പോൾ ഈ തകിടം മറിക്കാനുള്ള ശ്രമങ്ങളാണ് എല്ലായിടത്തും ഉള്ളത്. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് ചെയ്യുന്ന വെച്ചാൽ ഇതിൻ്റെ ടൈം ജമ്പില്ല, സപ്ലോട്ടുകളില്ല. സിനിമയെ സംബന്ധിച്ച് എപ്പോഴും സപ്ലോട്ടുകളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അങ്ങനെയാണ്. നമ്മൾ ഒരേ തരത്തിലുള്ള ജീവിതം ചിന്തിക്കുന്നത്. നമ്മളെ ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാർ മരിച്ചാൽ പോലും നമ്മുടെ ചിന്താധാരയിൽ നിന്ന് ഒരു ക്ലിപ്തമായ സമയം കഴിഞ്ഞ് ഇപ്പം ഒരു സുഹൃത്ത് അടുത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ ഇതിൽ നിന്ന് കട്ട് ഓഫ് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. ഈ മരിച്ചു കിടക്കുന്നതിനെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. അപ്പോൾ എന്ന് പറയുന്ന കണക്ക് മനസ്സിങ്ങനെ വളരെ വിഘടിതമായിട്ടിങ്ങനെ എസ്കേപ്പ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ശ്രമത്തിനെ തടഞ്ഞു നിർത്തുക എന്ന് പറയുന്ന ഒരു കെമിക്കൽ പ്രോസസ്സിങ് ആണ് സത്യത്തിൽ ഈ പറഞ്ഞ നമ്മളെ റൈറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്. അത് ഏത് തരത്തിലുള്ള ഉപാധിക്ക് വേണ്ടിയാണെങ്കിലും ഏത് മീഡിയത്തിന് വേണ്ടിയാണെങ്കിലും. അപ്പം ഇത്തരം ഘട്ടത്തിലാണ് ഈ രീതിക്ക് വേണ്ടി നമ്മൾ ഒരു സിനിമ ചെയ്യാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നത്. അപ്പം നമ്മൾ അല്ലാതുള്ള ഈ പിന്നീട് കഥകൾ എഴുതി വന്നപ്പോഴും നേരത്തെ ക്രോണോളജിക്കൽ അല്ലെങ്കിൽ പരമ്പരാഗതമായ സാധനങ്ങളിലോ നമ്മുടെ നൊസ്റ്റാൾജികളോ ഇതിനെയൊക്കെ ആയിട്ട് മുമ്പോട്ട് നമ്മൾ പോകുന്നു. ഞാൻ 2000-ലൊക്കെ ആയപ്പോൾ ഞാനൊരു ചെറുപ്പക്കാരനാണ്. എൻ്റെ 20കളിലൊക്കെ ആയിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചെന്ന് വെച്ചാൽ ഈ വീട്, കുടുംബം, നൊസ്റ്റാൾജിയകൾ, തറവാടിത്ത ഇതിൻ്റെ അകത്തേക്ക് പോയാൽ മതിയോ ജീവിതം? ലോകത്തെമ്പാടുമുള്ള ശാസ്ത്രീയത, മാറ്റങ്ങൾ, പിന്നെ ഫിനാൻസ് രംഗത്ത് വരുന്ന സംഗതികൾ, അല്ലെങ്കിൽ ഫാർമസ്യൂട്ടിക്കൽ രംഗത്ത് വരുന്ന മാറ്റങ്ങൾ, ഓരോ വർഷവും സയൻസിന് കിട്ടുന്ന നൊബേൽ പ്രൈസുകൾ, ഇതൊന്നും നമ്മളെ ബാധിക്കുന്നില്ല, നമ്മുടെ സാഹിത്യത്തിനെ ബാധിക്കുന്നില്ല, ഒന്നുമില്ല. ഇത് ഏകദാനത വന്ന് തോന്നിയപ്പോഴാണ് ഞാൻ
പിന്നെ ഐസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നാനോ ടെക്നോളജിയുടെയൊക്കെ ഒരു ബേസിൽ വെച്ചിട്ടുള്ള ഒരു കഥ എഴുതാമെന്ന് തീരുമാനിക്കും. അപ്പം നമ്മളിത് റീവയർ ചെയ്യുകയാണ്. അതിപ്പോൾ സാഹിത്യത്തിൻ്റെ സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് ഇത് വേറിട്ട വഴിയെന്നോ അങ്ങനെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാലവും ഒന്നും അല്ലായിരുന്നു. ഇന്നാണെങ്കിൽ അത് മാറിയാണ്. കാര്യം ഇത് ജനാധിപത്യത്തിൻ്റെ കട്ടയിൽ പെട്ടതല്ല. പിന്നീട് ഈ സോഷ്യൽ മീഡിയ വന്ന ശേഷമാണ് സാഹിത്യം ഈ ജനാധിപത്യവൽക്കരിക്കപ്പെടുക. എനിക്കിഷ്ടമുള്ളതാണ് എൻ്റെ സാഹിത്യം എന്നുള്ള ഒരു ചങ്കുറപ്പിലേക്ക് ഓരോ വായനക്കാരൻ വരുന്നത്. നിങ്ങൾ വലിയ എഴുത്തുകാരൻ വലിയ വായനക്കാരൻ എന്നുള്ളത് പോലെ ഞാനൊരു ചെറിയ വായനക്കാരൻ, എനിക്കിഷ്ടപ്പെടുന്നതാണ് എൻ്റെ സാഹിത്യം എന്ന് പറയാനുള്ള ആർജവം വന്നതോടെ ഈ പറയുന്ന കണക്കുള്ള എല്ലാത്തരം ലിറ്ററേച്ചറിനും ഉള്ള ഒരു സ്പേസ് മലയാള സാഹിത്യത്തിൽ വന്നു. പക്ഷേ അതൊരു പാഴ്വേലയല്ലെന്ന് എനിക്ക് തോന്നാനുള്ള കാരണം എന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് 4-5 എൻജിനീയറിങ് കോളേജസ് ചെയ്യുന്നു. അവർക്കറിയത്തില്ല ഈ റൈറ്റർ എന്താണ് ഏതാണെന്ന് അറിയത്തില്ല. പക്ഷെ അവർ ഈ സബ്ജക്റ്റിലുള്ള ഒരു സംഗതി അവർ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഇതേ സംബന്ധിച്ചൊരു സംസാരിക്കാനായിട്ട് നമ്മൾ കൊണ്ടുപോകുന്ന ഒരു സംഗതി ഈ 2000-ൻ്റെ തുടക്കത്തിൽ ഉണ്ടാകുമ്പോഴത്തേക്ക് നമ്മൾക്ക് മനസ്സിലാവും നമ്മൾ സ്ലോട്ടിലേക്ക് നമ്മളല്ല ചെന്ന് വീഴേണ്ടത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു സ്ലോട്ടിൻ്റെ തടവുകാരനായിട്ട് ഇരിക്കുക എന്നുള്ളതല്ല. നമ്മൾ എഴുത്തിൻ്റെ രസങ്ങൾ അനുഭവിക്കാനുള്ള പല ശ്രേണികളിലൂടെ കടന്നു പോവുക എന്നതിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്ക് പോവുക എന്നുള്ളതാണ്. അല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള വായനക്കാരുടെയോ നിങ്ങളെ വായിക്കുന്ന വായനക്കാരുടെ തടവുകാരോ നിങ്ങളുടെ പ്രസാധകരുടെ തടവുകാരോ അല്ലെങ്കിൽ നിങ്ങളുടെ പിന്നെ ഏതെങ്കിലും വായനാ സമൂഹത്തിൻ്റെയോ സോഷ്യൽ മീഡിയയിൽ നിങ്ങളെക്കുറിച്ച് വരുന്ന കമൻറ്റുകളുടെയോ ഒക്കെ തടവുകാരനായിട്ട് ഇരിക്കുക എന്നുള്ളതല്ല നിങ്ങളുടെ ധർമ്മം എന്നുള്ളത്. നിങ്ങളുടെ ധർമ്മം നിങ്ങളെ മനസ്സിലാക്കുക, നിങ്ങളുടെ രസങ്ങളിലൂടെ കടന്നു പോവുക എന്നുള്ളതാണ്. മനസ്സിലായി? നിങ്ങളുടെ ജീവിതത്തിൻ്റെ തോതിൻ രീതികളും തോന്നിയവാസങ്ങൾക്കും ഒപ്പം വരാനായിട്ട് ഒരു 10 റീഡേഴ്സ് ഉണ്ടാവും. ആ 10 റീഡേഴ്സ് ആരെന്നുള്ള കണക്കെടുക്കുക പോലും കാര്യം നിങ്ങളെ സംബന്ധിച്ച് ഇല്ല. നിങ്ങൾ ഈ പറയുന്ന കണക്കുള്ള നിങ്ങളുടെ കഥാപാത്രങ്ങളുടെയും ഈ രസങ്ങളുടെയും പിന്നാലെ നിങ്ങൾ കൊണ്ടുപോകുന്നതാണ് നിങ്ങളുടെ റൈറ്റിംഗ് എന്ന് പറയുന്നൊരു സാധനം. അതിൻ്റെ അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഉടച്ചു വാർക്കലുകൾ കൃത്യമായിട്ട് വേണ്ടി വരും. ഈ ലോകം പറഞ്ഞു വച്ചിരിക്കുന്ന ഫോർമുലകളെ എങ്ങനെ നിങ്ങൾക്ക് തച്ചുടയ്ക്കാൻ ആയി നിങ്ങളെ കൊണ്ട് പറ്റും, അല്ലെങ്കിൽ നിങ്ങൾ ശ്രമിക്കുന്നു എന്നുള്ളത് ഇതിൻ്റെ അകത്തുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. മനസ്സിലായി. അദ്ദേഹം ചോദിച്ച ചോദ്യം എന്ന് വെച്ചാൽ നമ്മളിപ്പം വായനക്കാരുടെ നമ്മളൊരു സേഫ് സോണിലാണ്. നമുക്കൊരു വായനാ വൃന്ദം നമുക്ക് ആവശ്യത്തിന് എത്രയോ ഉണ്ട്. ആ ഒരു ഘട്ടത്തിൽ എത്തിയതിന് ശേഷമല്ലേ ഇത്തരത്തിൽ നമുക്ക് വേണ്ടിയാണോ നമ്മൾ എഴുതേണ്ടത് എന്നുള്ളത് എനിക്ക് തോന്നുന്നത് അല്ല എന്നുള്ളതാണ്. അങ്ങനെ അല്ലാതിരുന്നൊരു കാലഘട്ടം എന്ന് പറയുന്നതിൽ എൻ്റെ ഒരു ഇതനുസരിച്ചാണെങ്കിൽ ഒരിക്കലും അങ്ങനെ എൻ്റെ സമകാലികരായ റൈറ്റേഴ്സിൻ്റെ പൊസിഷനിങ്ങോ ഈ സംഗതികളോ ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ ഒരു പുതുമയുള്ളൊരു കണ്ടൻറ് ഉണ്ടാക്കാനായിട്ടുള്ള ഒരു യാത്രയായിരുന്നു ഞാൻ ഇതുണ്ടായത്. ഇപ്പോൾ മുതലായിനി എന്ന് പറഞ്ഞ കഥ, അപ്പം നെയ്യാറിൻ്റെ പശ്ചാത്തലത്തിൽ മുതലകളെ ആക്രമിക്കുന്നൊരു ഗ്രാമം. അപ്പോൾ മണൽ ജീവികൾ എന്ന് പറഞ്ഞത് കേരളത്തിൽ ഈ ലോഹ മണലുകളുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് അവിടെ ജീവിക്കുന്ന മനുഷ്യരുടെ ജീവിതം എന്ന് പറഞ്ഞിട്ട് എനിക്കിഷ്ടമുള്ള രീതിയിലേക്ക് അത് പറയാനായിട്ടാണ് ഞാനത് ശ്രമിച്ചു വന്നത്. കാര്യം ഇതൊരു ആ റയറെടുത്ത് ഈ ലോകത്ത് തന്നെ റയറാണ്. ഇവിടെ ഒരു നമ്മുടെ നെയ്യാറിൽ ഇങ്ങനെ മുതലകൾ ഇത്രയും പ്രശ്നങ്ങൾ ഭരിതമാക്കി ഉണ്ടാക്കുന്ന അറിയത്തില്ല. ഇതാരെങ്കിലുമൊക്കെ പറയേണ്ടതാണ് എന്നുള്ളൊരു തോന്നൽ. ഇപ്പോൾ ആനോ എന്ന് പറഞ്ഞ നോവൽ എഴുതി. ആ ഒരു ആനക്കുട്ടിയെ കൊണ്ടുപോയത് ഒരു മധ്യകാല യൂറോപ്യൻ ചരിത്രത്തിൽ ഒരു മലയാളി പാപ്പാനും ഒരു ആനക്കുട്ടിയും ഇത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിനൈസാൻസ് നമ്മളൊക്കെ പഠിച്ച സംഗതികളിൽ നമ്മുടെ ആരോ ഒരാൾ ഉണ്ടായിരുന്നു എന്നൊരു തോന്നൽ പറയേണ്ടതല്ലേ. ഇപ്പം ഞാൻ തന്നെ പറയണമെന്ന് നിർബന്ധമില്ല. വേറൊരാൾക്ക് അതിൻ്റെ കൂട്ടിയോജിക്കൽ ചെയ്യാം. വേറൊരാൾ ഈ കൂട്ടിയോജിച്ച സാധനം എനിക്ക് തുടരാം, അതൊക്കെ ചെയ്യാം. പക്ഷെ എനിക്കതിൻ്റെ തൊണ്ടൊരു രസം നിലനിൽക്കുക എന്നുള്ള, അല്ലെങ്കിൽ പിന്നെ എൻ്റെ എക്സിസ്റ്റൻസിനൊരു ഇതുമില്ലല്ലോ, എൻ്റെ എക്സിസ്റ്റൻസിനൊരു പ്രാധാന്യമില്ലല്ലോ. അപ്പം നമ്മൾ
എല്ലാവരും എന്നെ ഇപ്പം നമ്മളിപ്പോൾ ഒരു റീഡർ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്, ആ റീഡർക്ക് സെലക്ട് ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ട്. അയാളുടെ ഒരു 1000 റീഡറിൻ്റെ റൈറ്റേഴ്സിൻ്റെ ഇടയിൽ നിന്ന് അയാൾ ഹാൻഡ് പിക്ക് ചെയ്യുകയാണ്. എനിക്കിഷ്ടമുള്ള റൈറ്റർ ഇതാണെന്ന് പറഞ്ഞു. ആ ഹാൻഡ് പിക്ക് ചെയ്യാനുള്ള ചോയ്സ് പിന്നെ റൈറ്റർക്കുണ്ടോ? റൈറ്റർക്ക് ഒരാൾ മാത്രമേ ഉള്ളൂ, അയാൾ മാത്രമേ ഉള്ളൂ. അയാൾക്ക് ഹാൻഡ് പിക്ക് ചെയ്യാനായിട്ടുള്ള വൈവിധ്യം അയാൾക്കുള്ളിൽ തന്നെ ഉണ്ടായില്ലെങ്കിൽ എന്തൊരു തരം തരം ലൈഫായിരിക്കും. നിങ്ങൾ വായനക്കാരെ സംബന്ധിച്ചിടത്തോളം വൈവിധ്യപൂർണ്ണമായ ജീവിതം നയിക്കുകയും ഞാൻ എൻ്റെ തന്നെ ഒരേ മാതിരിയുള്ള ആശയങ്ങളുടെ ഇതിൻ്റെയൊക്കെ തടവുകാരനായിരിക്കുകയും എനിക്കൊരു ജോണർ കൽപ്പിച്ചു തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെയാണ് നിങ്ങൾ എഴുതേണ്ടത്, ഇല്ലെങ്കിൽ പുസ്തകങ്ങൾ വിൽക്കപ്പെടുന്നില്ല എന്ന് പറയുന്നുണ്ടല്ലോ. ഇല്ല, ഞാനത് അന്നും നോക്കിയിട്ടില്ല, ഈ സമയത്ത് ഞാൻ നോക്കിയിട്ടില്ല. അല്ലല്ല, ചേഞ്ച് വരിക എന്ന് പറയുന്നത് എല്ലാ സമയവും അത് നമ്മൾ ഏറ്റവും എളുപ്പം പിന്നെ ബോറടിക്കേണ്ട ഒരാൾ നമ്മൾ തന്നെ ആയിരിക്കണം നമ്മുടെ റൈറ്റിങ്ങിൽ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. എങ്കിൽ മാത്രമേ എഡിറ്റിംഗ് ഒക്കെ സാധ്യമാകത്തുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ആദ്യം തന്നെ നമ്മളിത് വയ്ക്കുന്ന എല്ലാം മഹനീയമാണ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം വേറൊരാൾ നമ്മുടെ ഒരു കൃതി എഴുതിയിട്ട് നമ്മളൊരു മീഡിയോക്കർ ലെവലിൽ നിന്ന് മുകളിൽ കയറി അതൊരു ഭയങ്കര കൃതിയാണെന്ന് പറഞ്ഞാൽ നമുക്കതിൻ്റെ അകത്ത് തമാശ മാത്രമേ ഉള്ളൂ. നമ്മളുടെ ഷോർട്ട് കമ്മിങ്സ് എല്ലാം അവിടെ കിടക്കുന്നു എന്നുള്ളത് നമുക്കറിയാം. നമ്മൾ അടുത്ത ഭാഗത്ത് വേറൊരു തരം റൈറ്റിംഗ് സ്വഭാവം വെച്ചുകൊണ്ട് ഈ ഷോർട്ട് കമ്മിങ്സിന് അഭിമുഖീകരിക്കാനായിട്ടുള്ള നമ്മുടെ നിരന്തര ശ്രമങ്ങൾ നടക്കുകയാണ്. അത് ഒരു കാലത്തും ഒരു റൈറ്ററും വിജയിക്കുന്നതുമില്ല. സാറേ, ഒരു നെഗറ്റീവ് ആസ്പെക്റ്റിൽ ചോദിക്കണതല്ല, നമ്മൾ ഇപ്പോൾ ഒരു സിനിമയാക്കുമ്പോഴേ ബുക്ക് സിനിമയാക്കുമ്പോൾ സാറിൻ്റെ പെർസ്പെക്റ്റീവ് എന്താണ്? അതിൻ്റെ നൈർമല്യത നഷ്ടപ്പെടുന്നുണ്ടോ? എല്ലാവരും സമ്മതിക്കില്ലല്ലോ സിനിമയാക്കാനായിട്ട് ബുക്ക്. ഇപ്പോൾ സാറിൻ്റെ പെർസ്പെക്റ്റീവ് ഒന്ന് പോസിറ്റീവായിട്ടാണ് ചോദിക്കുന്നത്. എന്നാൽ താരത്തിൻ്റെ പെർസ്പെക്റ്റീവ് എന്താണെന്ന് അങ്ങനെയാണോ ചോദിച്ചേ? അല്ല, ഒരു ബുക്ക് പൊതുവെ സിനിമയാക്കുമ്പോൾ അതിൻ്റെ ഒരു കൺസെപ്റ്റ് അതെല്ലാം നഷ്ടമാവില്ലേ? പല അതെ പറയാം. അപ്പം ചോദിച്ചതെന്ന് വെച്ചാൽ പിന്നെ എൻ്റെ ഒരു 5-6 പിന്നെ പുസ്തകങ്ങൾ സിനിമയായിട്ടുണ്ട്. ഇനിയും 3-4 ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ അടുത്ത വർഷം ഇതൊക്കെ ആയിട്ട് നടന്നു വരുന്നുണ്ട്. അപ്പം ഇവിടെ ചോദിച്ച ചോദ്യം അതിൻ്റെ ഒരു സത്ത നഷ്ടപ്പെടുത്തില്ലേ എന്നുള്ളതാണ്. അത് എൻ്റയർലി ഡിപ്പെൻഡൻ്റ് ഓൺ പിന്നെ നമ്മളുടെ ഒപ്പം നിന്ന് പ്രവർത്തിക്കുന്ന ഒരാൾ. ഈ സിനിമയ്ക്ക് വേണ്ടി ചിലപ്പോൾ നമ്മൾ കഥ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ നമ്മളടുത്ത് ഈ റൈറ്റിങ്ങിൻ്റെ അകത്തൊരു പങ്കെടുക്കാനായിട്ട് നമ്മളടുത്ത് പറയും. ചിലപ്പോൾ നമ്മൾ മാത്രമായിട്ട് എഴുതുന്നുണ്ടാവും. എല്ലാ സ്ഥലങ്ങളിലും അതിൻ്റെ അകത്ത് ചിലപ്പോൾ കൂട്ടിച്ചേർക്കലുകൾ ഉണ്ടാകാം. അത് ആ സംവിധായകൻ്റെ ഡിസ്ക്രിപ്ഷനാണ്. ഇപ്പം പൊന്മാൻ എന്ന് പറഞ്ഞ സിനിമ ചെയ്തപ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ ഡിസ്ക്രിപ്ഷൻ എന്ന് വെച്ചാൽ അത് ആ റൈറ്ററുടെ ആണ് സംഭാഷണം എഴുതുന്നത്, അയാളുടെ സംഭാഷണങ്ങൾ മാത്രമേ അതിൽ വരാകൂ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കടുംപിടുത്തം എൻ്റെ അടുത്തുണ്ട്. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ അകത്ത് അത്തരം കാര്യങ്ങളിൽ നമ്മൾ കുറേ കൂടെ ഇൻവോൾവ് ആവുന്ന ഒരു സംഗതി വരാം. അതല്ലാതെ പിന്നെ ഇപ്പം സ്പോട്ടിൽ വെച്ച് ഇംപ്രവൈസ് ചെയ്യുന്ന ഒരു ഘട്ടം വരുന്ന സംവിധാനം. അപ്പം ചുരുക്കം പറഞ്ഞാൽ ചീഫ് ആർക്കിടെക്റ്റ് എന്ന് പറയുന്നത് ആ സിനിമയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ പിന്നെ സംവിധായകനാണ്. ഈ കഥ നമ്മൾ എഴുതി വച്ചിരിക്കുന്ന തിരക്കഥ എന്ന് പറയുന്നത് എഡിറ്റിംഗ് ടേബിളിലൊക്കെ പിന്നെ സീനുകൾ മാറി മറിയുകയൊക്കെ ചെയ്യാവുന്നു. അപ്പോൾ അപ്പോഴൊക്കെയും നമുക്ക് നമ്മളുടെ ഒരു ടെക്സ്റ്റായിട്ട് പിന്നെ അതവിടെ ഉണ്ടാവും. ആ ടെക്സ്റ്റ് യൂസ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രധാനപ്പെട്ട, അപ്പം നമുക്ക് പോലും അത് അറിയാൻ പറ്റുന്നൊരു സംഗതിയല്ല. അപ്പം ഞാൻ പറഞ്ഞ എൻ്റെ ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ 4-5 ചെറുപ്പക്കാർ പൊന്മാനായ ആ സമയത്ത് ആ ടെക്സ്റ്റിനെ ഇവർ കൃത്യമായിട്ട് ഉപയോഗിച്ചു. ഈ നമ്മളൊരു ബേസ് ടെക്സ്റ്റിനെ. അപ്പം ഞാൻ പറയാം, അതിൻ്റെ പ്രധാന നടനാവട്ടെ അവർ പ്രധാന ഇതിൽ നിന്ന് ഇതിൻ്റെ കോറിൽ നിന്ന് ഇത് മാറിപ്പോകുന്നുണ്ടോ എന്നുള്ളതായിരുന്നു. ഇപ്പോൾ സംവിധായകനും പ്രധാനപ്പെട്ട നടനും അതിൻ്റെ ക്യാമറാമാനും ഇവരെല്ലാം വളരെ പ്രതിഭാശാലികളായ ആൾക്കാരാണ്. അപ്പം നമ്മളിതിൽ നിന്ന് വിട്ടുമാറിപ്പോയെങ്കിലും ഇവർ അതിൻ്റെ തിരക്കഥയിൽ പങ്കെടുക്കുന്ന അതിൻ്റെ ഒറിജിനലായിട്ടുള്ള റൈറ്ററെ പോലും മാറ്റി നിർത്തിക്കൊണ്ട് ഈ ബുക്കെന്ന് പറഞ്ഞ ഒറിജിനൽ ടെക്സ്റ്റിലേക്ക് വരിക, ഇതിൻ്റെ ഒരു ടെമ്പോ പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പം പിന്നെ അതൊരു പുതുമയുള്ള ഒരു എക്സ്പെരിമെൻ്റായിരുന്നു. പുസ്തകങ്ങൾ സിനിമയായിട്ടുണ്ടെങ്കിലും ഈ തിരക്കഥയിൽ ചോർന്നു പോകുന്നതിനെ നിരന്തരം പുസ്തകങ്ങളാക്കി മാറ്റുന്നതിന് ചെളി പിടിച്ച ഈ പുസ്തകങ്ങൾ ഈ പിന്നെ പ്രധാന നടന്മാരുടെയിലോ സംവിധായകൻ്റെയിലോ വീണ്ടും മാറ്റിമറിച്ച് ഇതിനെ വരുന്നൊരു പ്രോസസ്സ് ഞാൻ മാറി നിന്ന് കാണുക. പക്ഷേ റൈറ്റർ എന്ന് പറഞ്ഞിട്ട് മാറി നിന്ന് കാണുക. അപ്പം ആ റൈറ്റർ അല്ല അതിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്ന
ഈ തിരക്കഥയിൽ പങ്കാളിയെടുക്കുന്ന ആൾ മറ്റേ ആളല്ല, അയാൾ എഴുതി കഴിഞ്ഞതിൻ്റെ സ്ഥാനം മാറി. അതിൻ്റെ മേലൊരു ഉപകഥ അല്ലെങ്കിൽ അതിൻ്റെ മേലൊരു മറ്റൊരു കഥ സിനിമയ്ക്ക് വേണ്ടി ഉണ്ടാക്കുന്ന ആളായി മാറി നമ്മൾ. അപ്പം നമ്മളെ കൂടെ ലംഘിച്ചിട്ട് അവർ വേറെ ടെക്സ്റ്റിലേക്ക് മടങ്ങുക പലപ്പോഴും. അപ്പം അങ്ങനെ വരുന്ന ഒരിതുണ്ട്. എല്ലാ സ്ഥലത്തേക്കും അത് പ്രാവർത്തികമാവണമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ ടെക്സ്റ്റ് ചിലപ്പം സിനിമയാക്കാൻ പറ്റുന്ന തരം ടെക്സ്റ്റ് ആവണമെന്നില്ല, അത് ആ പ്രോസസ്സിങ്ങിൻ്റെ ഇടയിൽ വെച്ച് മനസ്സിലാകത്തുള്ളൂ ചിലപ്പോൾ. അപ്പോൾ അതിനുണ്ട് അത് എല്ലാ കാലത്തും പുസ്തകങ്ങൾ സിനിമയാക്കുന്ന സമയങ്ങളിൽ ആ സിനിമയുടെ ഈ പുസ്തകത്തിൻ്റെ ടെക്സ്റ്റിനെ അതിലംഘിക്കുന്ന സിനിമകൾ ന്യൂനപക്ഷമായിരുന്നു. അത് പെർസെൻറ്റേജുകളിൽ വളരെ കുറവായിരുന്നു. അത് എല്ലാ കാലത്തേക്കുമുള്ള ഒരു പ്രതിസന്ധിയാണ്. കാര്യം വായനക്കാരനും ഭാവനയിൽ അഭിരമിക്കാനായി ഇട്ടുകൊടുക്കുന്ന ഒരു വലിയ സോഴ്സ് ഓഫ് മെറ്റീരിയലാണ് സത്യത്തിൽ ഈ നമ്മളെ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ലോങ് ടെക്സ്റ്റ് ഇതിൻ്റെ ഇത് അയാളുടെ വിഭ്രമങ്ങൾ അയാളുടെ സമയം കാലത്തിനനുസരിച്ച് വെച്ച് ചെയ്യുന്നതാണ്. അയാൾ ഭാവന ഉണ്ട്. മറ്റതങ്ങനല്ല. ഇത് ലിമിറ്റ് ചെയ്യുന്നത്. ഇവർ ക്യാമറയ്ക്ക് ഓടിപ്പോകുന്നതിനൊരു ഇതുണ്ട്. അവിടെ പോയി നമുക്കിപ്പം പോയി വെള്ളയമ്പലം ജംഗ്ഷനിൽ പോയി ഇവിടെ നിന്നൊരു ക്യാമറ പോയിട്ട് മടങ്ങി വരാനായിട്ട് പറ്റില്ല. ഇപ്പം ഡ്രോൺ ഉണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ കാഴ്ചകൾ വക്രീകരിക്കപ്പെട്ട കാഴ്ചകളാണ്. അപ്പം അതൊക്കെ ഒരു വലിയ പരിമിതമായ കലയാണ്. പക്ഷേ അത് നമുക്ക് നമ്മൾ ഒരു തരം കാഴ്ചയേനുള്ളൂ, ഒരു തരം കാഴ്ചയേ ഉള്ളൂ. അതിൻ്റെ അകത്തുള്ള ഭാവന എന്ന് പറഞ്ഞാൽ പരിമിതമാണ്. അപ്പോൾ അതുകൊണ്ടാണ് സാഹിത്യം ഒരു ഉപരികലയായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതിനെ ലംഘിക്കാനായിട്ടുള്ള അതുകൊണ്ടാണ് അവരിതിൻ്റെ ശ്രമങ്ങൾ നടത്തുന്നത്. ഇതിനെ ലംഘിച്ചുകൊണ്ട് നല്ല സിനിമയാക്കി മാറ്റിയെടുക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് അതാണ്. എപ്പം വിജയിക്കണമെന്ന് ഉറപ്പൊന്നുമില്ല. സാർ, പേര് ഷെബിൻ, കൊട്ടാരക്കര സ്വദേശിയാണ്. ഇപ്പോൾ എഴുതുമ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും സാറിൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവ് പറഞ്ഞാൽ മതി. നമ്മളിപ്പോൾ പുതിയൊരു എഴുത്ത് തുടങ്ങുന്നു, എപ്പോഴെങ്കിലും നമ്മളതിന് എഴുതുമ്പോൾ ഒരു സമയക്രമം ഉപയോഗിക്കാറുണ്ട്. അതായത് ഇന്ന സമയങ്ങളിൽ ഞാൻ എഴുതും, അതോ എപ്പോഴാണോ ഇതിൻ്റെ ആശയം വരുന്നത് ആ സമയങ്ങളിൽ കുറിച്ച് വെക്കുകയാണോ സാധാരണ ചെയ്യുന്നത്? അത് ഒരു ചോദ്യമാണ്. രണ്ടാമത്തേത്, ഈ പലപ്പോഴും പല എഴുത്തുകാർ ഇപ്പോൾ പറയുന്നൊരു കാര്യമുണ്ട്, അവർക്ക് റൈറ്റേഴ്സ് ബ്ലോക്ക് പെടാറുണ്ട്. അങ്ങനെ വരുന്നതായിട്ട് ചിലർ പറയുന്നുണ്ട്. അപ്പം സാറിന് എപ്പോഴെങ്കിലും അങ്ങനെ വന്നിട്ടുണ്ടോ? അതിനെ മറികടക്കാനായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അപ്പോൾ ഒരു പുതിയ വരുന്ന ഒരു എഴുത്തുകാരൻ എങ്ങനെയായിരിക്കാം ഇതിനൊരു പാഠമാവേണ്ട എന്ന രീതിയിൽ ഒരു ഉത്തരവ്? അത് വളരെ പ്രസക്തമായ ചോദ്യം. 2 ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത്. ഒന്ന്, റൈറ്റേഴ്സ് ബ്ലോക്ക് ഉണ്ടായിട്ടുണ്ടോ, അത് എങ്ങനെയാണ് അതിനെ ചെയ്യുന്നത്? നിരന്തരമായി റൈറ്റേഴ്സിൻ്റെ ഇടയിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഒന്നെന്തായിരുന്നു മറ്റേത്? എഴുതുന്നതിൻ്റെ ടൈമിങ്ങോ മറ്റു സംഗതികളോ. അപ്പോൾ പുതിയ റൈറ്റേഴ്സ് അല്ലെങ്കിൽ ഇതിലേക്ക് വരാളിനെ സംബന്ധിച്ചിട്ടുണ്ട്. ഒന്ന്, എനിക്ക് രണ്ട് കാര്യമാണ് പറയാനുള്ളത്. ഒന്ന്, നമ്മളിത് ഉണരുന്ന സമയം മുതൽ തന്നെ നമ്മൾ ഓണായിരിക്കുന്ന ഒരേ ഒരു ഗ്രന്ഥി എന്ന് പറയുന്നത് എഴുതുക എന്ന് പറയുന്നൊരു പ്രോസസ്സാണ്. ഞാൻ പറഞ്ഞു, അതാണ് ഐഡിയാസ് നമ്മുടെ കയ്യിലൊന്നിരിക്കുന്നതിൻ്റെ അതുണ്ടാക്കുന്ന ഒരു ഇരിക്കപ്പുറതിയില്ലായ്മ നമുക്ക് ഉണ്ടാവണം അല്ലെങ്കിൽ ഉണ്ടാക്കണം ആ ഒരു സാധനം. അതാണ് ഒരു സംഗതി. 2, റൈറ്റേഴ്സ് ബ്ലോക്ക്. ഇതുണ്ടാകുമ്പോൾ ഇത് രണ്ടും പരസ്പര ബന്ധിതമാണ്. ഇതുണ്ടാകുമ്പോൾ റൈറ്റേഴ്സ് ബ്ലോക്ക് ഉണ്ടാവത്തില്ല, ഒരു കാരണവശാലും ഉണ്ടാവത്തില്ല ഒരു സംഗതി. ഇതിന് നമ്മൾ വളരെ ക്ലിഷ്ടമായ രീതിയിൽ ഇതിനെ ശ്രമിക്കുമ്പോഴത്തേക്കാണ് ഇതൊരു ടയർസമായിട്ടുള്ളൊരു ജോലിയായിട്ടോ ഇതായിട്ടുള്ളോ അല്ല. കഥാപാത്രങ്ങൾ നമ്മളെ കൊണ്ട് നടക്കുക, ഓടുക എന്ന് പറയുന്നതിൻ്റെ ഒരു എലിമെൻ്റ് ഉണ്ട്. അതിന് ആ കോർ ഓഫ് ദി തിങ്കിങ്, അതിൻ്റെ ഒരു ബേസ് തിങ്കിങ്ങിൻ്റെ രസം ഉണ്ടാവണം. അത് കൃത്യമായി ഉരുളുന്ന ഒരു കല്ലായിരിക്കണം ഒരു സംഗതി. ഇതൊരു പുഴയാണെന്നുണ്ടെങ്കിൽ കൃത്യമായി ഉരുളുന്ന അതിൻ്റെ റൗണ്ട് ഷേപ്പോ സാധനമോ ഒന്നും ഉണ്ടായിരിക്കും. അതല്ല അതിൻ്റെ ഒരു ഷേപ്പിൽ എവിടെയൊക്കെ ഉണ്ടെങ്കിൽ എവിടെ തട്ടിത്തടഞ്ഞ് എവിടെ കിടന്നു പോകും. പിന്നെ നമുക്കതൊരു തത്രപ്പാടാവും, ഇത് എങ്ങനെയെങ്കിലും തീർക്കണമല്ലോ പിടിക്കണമല്ലോ എന്ന്. അങ്ങനെ ഒരു ഘട്ടമാണെങ്കിൽ ഉപേക്ഷിച്ചിട്ട് അടുത്ത ഐഡിയയിലൂടെ പോകുക എന്നുള്ളതായിരിക്കും നല്ലത്. ഓക്കെ, താങ്ക് യു.